ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എക്സ്ഫോളിയേഷനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് അറിയിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എക്സ്ഫോളിയേഷൻ? എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ട് ഡെഡ് സ്കിൻ റിമൂവ് ആവില്ലേ എന്നിപ്പോ ചിലർ ചോദിക്കും. ചില റിമൂവ് ആവും. നമ്മുടെ സെൽ സൈക്ലിംഗ് നടക്കുന്നതനുസരിച്ച് ഡെഡ് സ്കിൻ റിമൂവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു പെർട്ടിക്കുലർ ഏജിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഡെഡ് സ്കിൻ പോവാതെ ആവും. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കുറച്ച് ഡള്ളായിട്ട് ഫീൽ ആവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം വരുന്നതാണല്ലോ നമുക്കൊരു ഗ്ലോയി സ്കിൻ വേണം എന്നൊക്കെ ഉള്ളത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എക്സ്ഫോളിയേഷൻ ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഒരിക്കലും നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ലൈറ്റ് അടിച്ചൊന്നും തരാൻ പോകുന്നില്ല. ഉള്ള ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ തട്ടി പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു ഗ്ലേസിനെസ് കിട്ടുന്നത്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈലൈറ്റർ ഒക്കെ ഇടുന്ന ആ ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടില്ലേ. അപ്പൊ ആ തിളക്കം ഒന്നിരുന്ന് വെട്ടം തട്ടുമ്പോൾ ഉണ്ടാവുന്ന തിളക്കം അല്ലേ. അപ്പൊ അതുപോലെ നാച്ചുറൽ സ്കിൻ ആ ഒരു തിളക്കം വരണമെങ്കിൽ എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ പുറത്തുള്ളപ്പോഴാണ്, അതായത് ഡെഡ് സ്കിൻ അല്ലാത്ത നല്ല സ്കിൻ പുറത്തുള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടുന്നത്. ഇനി എക്സ്ഫോളിയേഷൻ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മെക്കാനിക്കൽ എക്സ്ഫോളിയേഷൻ ഉണ്ട്. അതായത് ടൂൾസ് വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാന്യൂൾസ് വെച്ചിട്ട് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓരോ മെത്തേഡിലും ഏതാണ് നല്ലത്, അത് എങ്ങനെയാണ് സ്കിന്നിൽ നമ്മൾ അഫക്റ്റ് ആവുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ടൂൾസ് യൂസ് ചെയ്തിട്ടൊന്നും ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ബേസ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നാച്ചുറൽ സ്കിന്നിന്റെ ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ നോർമൽ സ്കിൻ ടോൺ അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ഓവറോൾ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു ഹെൽത്തിനെസ് ഗ്ലോ ഒക്കെ കൊണ്ടുവരാനായിട്ട് എപ്പോഴും എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ, അത് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഓവർ എക്സ്ഫോളിയേറ്റ് ആകുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് നല്ല ബാഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല അല്ലെങ്കിൽ ഓവർ എക്സ്ഫോളിയേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, നമ്മുടെ സ്കിന്നിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ഉണ്ട്. അപ്പൊ ആ ഒരു ബാരിയർ, സ്കിൻ ബാരിയർ എന്ന് പറയും, ആ ഒരു ബാരിയറിനെ നശിപ്പിച്ച് കളയാനായിട്ട് എക്സ്ഫോളിയേഷന് പറ്റും. കാരണം എക്സ്ഫോളിയേഷൻ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിനോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിക്കോ ഒരിക്കലും അറിയത്തില്ല എത്രത്തോളം നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന റിമൂവ് ആക്കുന്നത് ഡെഡ് സ്കിൻ തന്നെയാണോ എന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം, ഓവർ ആക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ ഓവർ ആയിട്ട് അത് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറൽ ഡെഡ് സ്കിൻ പോകുന്നതിന് പകരം നമ്മൾ പ്രൊട്ടക്റ്റീവ് ലെയർ സ്കിന്നും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പിന്നെ അവിടെ ആരും ഇല്ലാണ്ടാവും. അത് കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, സൺ ഡാമേജുകൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, സ്കിൻ ഇറിറ്റേഷൻസ്, സ്കിൻ ഡ്രൈനെസ്, ഫ്ലേക്കിനെസ് ഒക്കെ ഓവർ എക്സ്പോളേഷൻ കാരണം നമ്മുടെ സ്കിന്നിലോട്ട് വരും. ഓവർ എക്സ്പോളേഷൻ പറഞ്ഞ കണക്കിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെക്കാനിക്കൽ ടൂൾസ് വെച്ചിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കട്ട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഓഫ് കളറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബ്രൗൺ പാച്ചസുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കുറച്ച് വെസ്റ്റേൺ സ്കിന്നിലോട്ടാകുമ്പോൾ അവർക്ക് റെഡിഷ്നെസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് കൂടുതലും ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡാർക്ക് പാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ Q&Aയിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ സ്മൂത്ത് ആവത്തുള്ളൂ, നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോ കിട്ടത്തുള്ളൂ, നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എന്നൊക്കെയുള്ള ആ ഒരു പോസ് ഉള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആകത്തുള്ളൂ എന്ന് നമുക്കൊരു മൈൻഡിൽ സെറ്റ് ഉണ്ട്. സത്യമാണ്, ഗ്രാനുലാർ എക്സ്ഫോളിയേഷൻ അഴിക്കുകയെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ തന്നെ ബോഡിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന്റെ സ്കിൻ നമ്മുടെ ബോഡി സ്കിന്നിനേക്കാളും കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ഗ്രാനുൾസ് പ്രോപ്പർലി പോളിഷ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഗ്രാനുൾസ് ഷാർപ്പായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടീയേഴ്സ് ഉണ്ടാക്കും. ഈ ടീയേഴ്സ് നമ്മൾ ലോങ് റണ്ണിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ട് മാറും. മാത്രമല്ല ഈ ഗ്രാനുൾസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുവാണല്ലോ. ആ ഒരു പ്രോസസ്സിങ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഹൈ പ്രഷർ കൊടുത്തു,
അത്രയും പ്രഷർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അവിടെ ഹൈ പ്രഷർ കൊടുക്കുകയാണെന്നുണ്ട്, ഒരു സ്ഥലത്ത് നമ്മൾ അത്ര പ്രഷർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രോപ്പർ, ഒരു സ്ഥലത്ത് ചില പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ആവത്തില്ല, ചില സ്ഥലത്ത് എക്സ്ഫോളിയേഷൻ ഒക്കെ നടക്കും, പക്ഷെ ഒരു ചെറിയ ടീയേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് അവിടെ ബ്രൗൺ പാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഇന്ന് ചെയ്ത് പറഞ്ഞ നാളെ ആ ബ്രൗൺ പാച്ച് വരണം എന്നില്ല. നിങ്ങൾ ലോങ് റണ്ണിലാണ് നമുക്കൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പൊ അത് ലോങ് റണ്ണിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്രൗൺ പാച്ചസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്താണ് പോസ്റ്റിലുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകാനാണ് ഈ ഫിസിക്കൽ എക്സ്പോളിയേഷൻ നല്ലത് എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സ്പോളിയേഷൻ ഇപ്പൊ നമ്മൾ ഗ്രാനുലാർ എക്സ്പോളിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്കലായിട്ട് നമ്മൾ എക്സ്പോളിയേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിലോട്ട് ഇറങ്ങിച്ചെന്ന് പോസ്റ്റിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ഗ്രാനുൾസിന് പറ്റത്തില്ല. ഇപ്പൊ ടി വിയിൽ പരസ്യം കാണിക്കുമ്പോൾ അവരങ്ങനെ കാണിക്കുന്നുവെങ്കിൽ ഒരിക്കലും അത്രയും വലുതല്ല നമ്മുടെ പോസ്റ്റ്, അതിന് നമുക്ക് മോളിക്കുലർ ലെവലിലുള്ള സാധനങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ എക്സ്പോളിയേറ്റിംഗ് ടൂൾസിന്റെ കാര്യത്തിലും വരുന്നത്. അവരാ എക്സ്പോളിയേറ്റിംഗ് ബ്രഷസുകൾ, നമ്മൾ ഫേസ് വാഷിന്റെ കൂടെ തന്നെ കിട്ടുന്ന ബ്രഷസുകൾ സ്ഥിരം വരുന്ന പരസ്യമാണല്ലോ. ഈ ഫേസ് വാഷിന്റെ കൂടെ, ഈ ഫോമിംഗ് ഫേസ് വാഷിന്റെ കൂടെയുള്ള ബ്രഷ് നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടൈൽസും അതും ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകും, ബ്രഷ് യൂസ് ചെയ്തിട്ടല്ലേ കഴുകുന്നത്. അപ്പൊ ആ സിലിക്കോൺ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫേസും കഴുകാലോ. സംഭവം എന്ന് വെച്ചാൽ ഒന്നും നമ്മുടെ ഫേസിൽ അത്ര അഴുക്ക് ഉണ്ടാവാറില്ല, ഇത്രയും കഴുകി കളയേണ്ട അത്ര അഴുക്ക് നമുക്ക് ഫേസിൽ ഉണ്ടാവാറില്ല. രണ്ടാമത് ഈ ഫോമിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. വീണ്ടും നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്ത് കഴുകുകയെന്നുണ്ടെങ്കിൽ അത് ഓവർ ഡ്രൈ ആവും. നിങ്ങൾക്ക് ആ ഓയിൽനെസ് പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അൺനാച്ചുറൽ വേയിൽ സ്കിൻ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഫിസിക്കൽ എക്സ്പോളിയേഷൻ, ഗ്രാനുലർ എക്സ്പോളിയേഷൻ അല്ലെങ്കിൽ ടൂൾസ് ഒന്നും നമ്മുടെ ഫേസിന് നല്ലതല്ല എന്ന് പറയാൻ കാരണം, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഫേസ് വാഷിംഗ് ടൂൾസുകൾ ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രോൺ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മൂക്കുരു, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സ്കിന്നിൽ വരാനും ഒരു റീസൺ ആണ് ഈ ഒരു എക്സ്പോളിയേഷൻ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഫിസിക്കൽ എക്സ്പോളിയേഷൻ അല്ലെങ്കിൽ ഗ്രാനുലർ എക്സ്പോളിയേഷൻ ഫേസിൽ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി ബോഡിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയുടെ സ്കിൻ കുറച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബേക്കിൽ വെച്ചിരിക്കുന്ന നമുക്ക് ഏതെങ്കിലുമൊക്കെ എക്സ്പോളിയേറ്റിംഗ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ കെമിസ്റ്റർ ക്ലേയുടെ ഗ്രാനുൾസ് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ബോഡി സ്ക്രബാണ്. ഇപ്പൊ നിങ്ങൾ ആ ഗ്രാനുൾസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഇത്രയും പൗഡർ ഫോമിലാണ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ ലിറ്ററലി ഇതിന്റെ സൈഡിൽ ഫോട്ടോ കൊടുക്കുക, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഫൈൻ ആയിട്ടുള്ളതാണ് നമ്മൾ ബോഡിയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നന്നാവും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബോഡിയിൽ സ്ക്രബ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഫേസിൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അടുത്താണ് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന എക്സ്പോളിയേറ്റിംഗ് ടൂൾസ്, അതായത് ലോഫെ, അതല്ലെങ്കിൽ ഈഞ്ച, ഇങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ലോഫെ എന്ന് വെച്ചാൽ ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്യാൻ ഏറ്റവും പ്രോൺ ആയിട്ടുള്ള സാധനമാണ്. കാരണം നമ്മൾ കുളിച്ചിട്ട് ഈ ലോഫ ഉണങ്ങാൻ ബാത്റൂമിൽ തന്നെയാണ് ഇടുന്നത്. ബാത്റൂം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഹ്യൂമിഡിറ്റി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വെള്ളം ഒരുപാട് നിൽക്കുമ്പോൾ, വെള്ളത്തിന് നനവ് നിൽക്കുമ്പോഴാണ് ഈ ഫംഗസും ബാക്ടീരിയസ് ഒക്കെ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ലോഫ് എടുത്ത് കഴുകിയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യും, നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് മൈക്രോസ്കോപ്പിക് ആയിട്ട് ഒരുപാട് കാണും. അതുപോലെയാണ് നമ്മുടെ ഈഞ്ച എന്ന് വെച്ചാൽ കുറച്ച് വലിയ സാധനം. നമ്മൾ ഇത്രയും റഫായിട്ടൊന്നും നമ്മുടെ ബോഡിയിൽ ഉരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്കിൻ സ്മൂത്ത് ആണ്. അത്രയും റഫായിട്ട് നമ്മൾ ഉരയ്ക്കുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആവുകയോ ഡെഡ് സ്കിൻ മാത്രമല്ല റിമൂവ് ആവുന്നത്, നമ്മുടെ ബോഡി റഫ് ആയിക്കൊണ്ടും പോകും. നമുക്ക് ആ സ്മൂത്ത്നെസ് ഒരിക്കലും ബോഡിയിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ നമുക്ക് ബോഡിയിൽ ചിലപ്പോൾ കെമിക്കൽ എക്സ്പോളിയേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹ്യൂജ് എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബോഡി സ്ക്രബ് യൂസ് ചെയ്യാം. അത് ഫൈൻ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്ത ഫേസ് സ്ക്രബുകൾ വേണമെങ്കിൽ നമുക്ക് ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, ഇഷ്യൂ ഇല്ല. പക്ഷെ അത് ഒരിക്കലും ഫേസിൽ ഇടരുത് എന്ന് പറയുന്നതിന്റെ റീസൺ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഫ്ലേക്കിനെസ് ഒക്കെ ഇൻക്രീസ് ആവാനാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കെമിക്കൽ എക്സ്പോളിയേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗ്രാനുലാർ എക്സ്പോളിയേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്സ്പോളിയേഷൻ തമ്മിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചു. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നോക്കാം. നമ്മുടെ സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് കെമിക്കൽ എക്സ്പോളിയേറ്റ് സാധനങ്ങൾ തന്നെയാണ്. അതായത് HAs, BHAs, PHA എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന്, നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നില്ലേ, പുറത്ത് അക്യുമുലേറ്റ് ചെയ്ത ഡെഡ് സ്കിന്നിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ
നാച്ചുറൽ അടുത്തതിൻ്റെ അടിയിലുള്ള നല്ല സ്കിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഗ്ലോ കിട്ടും. എന്നാൽ ഇത് സൈഡ് എഫക്ട്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോഴും വീക്കിലി 2 പ്രാവശ്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി നിങ്ങൾക്കൊരു 30 ഏജിനൊക്കെ താഴെയാണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. ഞാനൊക്കെ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ സ്കിൻ അത്രയും പ്രൊട്ടക്ഷനും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പൊ നിങ്ങൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഏജ് ഉള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ നോർമൽ സ്കിൻകാരോ അതല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളൊരു ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്ഫോളിയേഷൻ അവിടെ കഴിഞ്ഞു. അതല്ല നിങ്ങൾ കുറച്ച് 30 ഏജിനെ പോകണം, നിങ്ങൾ എക്സ്ഫോളിയേറ്റിംഗ് 24 ഏജിനെ പോകണം, നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താലും മതി. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫേസ് വാഷിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ടോണേഴ്സിന്റെ രൂപത്തിലോ ഒക്കെ മൈൽഡ് ആയിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ അടുത്ത നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഈവനിങ് ടൈമാണ് എപ്പോഴും എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ബെസ്റ്റ്. കാരണം സണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന UV റേസോ ഡാമേജസോ ഒന്നും നമ്മുടെ സ്കിന്നിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. 2, എക്സ്ഫോളിയേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് വർക്ക് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ഉള്ള ടൈം നമ്മുടെ നൈറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നൈറ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ വർക്ക് എങ്ങനെയാണെന്ന് കൂടെ നോക്കണം. ഇപ്പം നെക്സ്റ്റ് ഡേ നിങ്ങൾ ഒന്നുകിലും വീട്ടിലിരിക്കുകയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് ഔട്ടിങ്ങിന് മാത്രം ഈവനിങ്ങിലൊക്കെ പോകുന്നുള്ളൂ, ആ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല നിങ്ങൾ തലേന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു സ്പോർട്സിനോ അല്ലെങ്കിൽ ഒരുപാട് നേരം വെയിലത്തൊക്കെ പോയി നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ എക്സ്ഫോളിയേഷൻ നടത്താത്തതാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് റേസേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കാം. ഇനി എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. എന്നിട്ട് ഒരു ടവൽ എടുത്ത് പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് സിറം ഏതാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെർമക്കോയുടെ ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് സിറം ആണ്. നിങ്ങളുടെ സ്കിന്നിൽ ഒരു കുറച്ച് തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യാം. 10 മിനിറ്റ്സ് മാക്സിമം. ഒരു ചെറിയ ടിംഗ്ലിംഗ് എഫക്റ്റ് വരും. അതിനേക്കാളും കൂടുതൽ ടിംഗ്ലിംഗ് എഫക്റ്റ് ഇറിറ്റേഷൻസോ വന്നു കഴിഞ്ഞാൽ, ഈ സ്റ്റിങ്ങിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അപ്പം തന്നെ വാഷ് ചെയ്ത് കളയുകയും വേണം. അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളൊന്ന് വാഷ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈഡ്രേഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അലവര ജെൽ അപ്ലൈ ചെയ്യാം ഇഷ്യൂല്, അതിനുശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസറിലോട്ട് പോകാം. അതല്ലെങ്കിൽ സ്കിന്നിൽ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ, റോസ് വാട്ടർ ടോണർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഹൈൽഡ്രോണിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ, പിന്നെ കുറച്ച് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അതിന്റെ പുറത്ത് ഏതെങ്കിലും ഫേഷ്യൽ ഓയിൽസോ വാസലിനോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നോൺ കോമിഡോജനിക് ഫേസ് ഓയിൽസോ സ്ക്വാലിൻ ടൈപ്പ് ഫേസ് ഓയിൽസോ അതല്ലെങ്കിൽ നിങ്ങളുടെ മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യാം. സ്കിൻ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വിറ്റാമിൻ സി, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് പോലെയുള്ള സിറംസ് ഈ ഒരു സമയത്ത് എക്സ്ഫോളിയേഷൻ ചെയ്തിട്ട് അതിന്റെ ബാക്കി പ്രോസസ്സിൽ അതായത് അന്ന് രാത്രി തന്നെ യൂസ് ചെയ്യാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ഫോളിയേഷൻ നടത്തി നമ്മുടെ സ്കിന്നിന്റെ pH ജസ്റ്റ് ഒന്ന് ആൾട്ടർ ചെയ്ത് വെച്ചേക്കായിരിക്കും. അപ്പൊ നമ്മൾ വിറ്റാമിൻ സിയും കൂടെ ആഡ് ചെയ്താൽ സ്കിൻ എക്സീവ് ആയിട്ട് ഡ്രൈ ചെയ്യും. റെറ്റിനോൾ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റും കൂടെ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഓൾറെഡി നിങ്ങളുടെ പീലിംഗ് സൊല്യൂഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒരു 30%-ലൊന്നും പോകാതെ ഒരു 50% എക്സ്ഫോളിയേറ്റിംഗ് സിറം, 10% എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇപ്പൊ നമ്മൾ ഡെർമക്കോയിലും അതുപോലെ 15% ഉണ്ട്, പ്ലമ്മിലുണ്ട് 15%. അങ്ങനെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊരു 20 ഏജിനൊക്കെ എബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് സിറം സെലക്ട് ചെയ്യാം. നന്നായിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് ഒരു സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യരുത്. സ്കിന്നിന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ വേണം, നിങ്ങൾക്ക് സ്കിൻ ഡള്ളായി എന്ന് തോന്നുമ്പോൾ മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എക്സ്ഫോളിയേഷൻ കഴിഞ്ഞിട്ടും 2-3 ദിവസം കഴിഞ്ഞിട്ട് ഷേവ് ചെയ്താൽ മതി. കാരണം ഷേവിങ്ങും ഒരു ടൈപ്പ് എക്സ്ഫോളിയേഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡെഡ് സ്കിന്നിനേക്കാളും റിമൂവ് ചെയ്യുന്ന ഹെയർ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ ഇപ്പം എക്സ്ഫോളിയേഷനെ പറ്റി ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് നല്ലത് മറ്റേതിനേക്കാളും എന്നുള്ളതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും എക്സ്ഫോളിയേഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കെമിക്കൽ പീല്
ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സ്ഫോളിയേഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ, കെമിക്കൽ എക്സ്ഫോളിയേഷൻ, അതുപോലെ ഫിസിക്കലിൽ തന്നെയുള്ള മെക്കാനിക്കലും ഗ്രാനുലർ ടൈപ്പ് എക്സ്ഫോളിയേഷനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.